ബിന്ദ്ര വിനേഷിനെ സന്ദർശിച്ച് എല്ലാ പിന്തുണയും അറിയിച്ചു എന്നതാണ് അനിൽ വാസുദേവ് വിശദാംശങ്ങളുമായി. അനിൽ, പാരീസിൽ സന്ദർശിക്കുന്ന അപ്പം നമുക്ക് ആ ദൃശ്യം കാണാൻ കഴിയുന്നുണ്ട്. മറ്റ് എന്തൊക്കെയാണ് കൂടുതൽ അവർ എന്ത് തരത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നൊക്കെയുള്ളത്? ഇപ്പോൾ ഈ പിന്മാറാനുള്ള തീരുമാനം, അതിൽ ഒക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അഭിനവ് ബിന്ദ്ര പങ്കുവച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അഭിനവിനോട് അത്തരം കാര്യങ്ങൾ പറഞ്ഞോ? ഇതൊക്കെ അറിയാൻ കഴിഞ്ഞോ? ഈ ദൃശ്യങ്ങൾ വരുമ്പോൾ ഏറ്റവും സന്തോഷം നൽകുന്നത് ഒരുപക്ഷെ ഈ വിനേഷ് ആശുപത്രി കിടക്കയിൽ നിന്ന് മാറി താരം എഴുന്നേറ്റ് നിൽക്കുന്നു, ഇല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായി എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ നമുക്കൊരു സന്തോഷം നൽകുന്ന ഒരു ദൃശ്യമാണ്. കാരണം ഇന്നലെ ആ ആശുപത്രി കിടക്കയിൽ ഒരു ചെറുപുഞ്ചിരിയോടെ വിനേഷിനെ കാണുമ്പോൾ ഒരുപക്ഷെ വലിയ ദുഃഖമുണ്ടാക്കുന്ന ഒരു ദൃശ്യമായിരുന്നു, ഒരു ഫോട്ടോയായിരുന്നു അത്. അതിൽ നിന്ന് മാറി ഇപ്പോൾ കുറച്ചുകൂടെ ഊർജ്ജസ്വലയായി നിൽക്കുന്ന കാഴ്ച ഏതൊരു കായിക പ്രേമിക്കും വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ അഭിനവ് ബിന്ദ്ര സന്ദർശിക്കുകയാണ്. അദ്ദേഹം ഈ ഇന്ത്യൻ സംഘത്തിൻ്റെ ഒപ്പം തന്നെ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഭാഗമായി തന്നെ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ചെന്നു ഈ പൂച്ചെണ്ടുകളൊക്കെ കൊടുത്ത് അദ്ദേഹം എൻകറേജ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമത്തിൽ തന്നെ ഇട്ട പോസ്റ്റാണ്, അതിനൊപ്പമുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം എല്ലാ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾ വെറുമൊരു താരമല്ല, നിരവധി താരങ്ങൾക്ക്, കൊച്ചുകുട്ടികൾക്ക് അല്ലെങ്കിൽ വരും തലമുറയ്ക്കൊക്കെ തന്നെ വലിയ പ്രചോദനം നൽകിയ ഒരു താരമാണ്, തുടരണം എന്നുള്ള വാക്കുകൾ തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. ഒപ്പം തന്നെ ഇതിന് താഴെ ധാരാളം കമന്റ് വരുന്നതും അനുജ പറഞ്ഞതുപോലെ തന്നെ വിനേഷിനെ വിരമിക്കൽ തീരുമാനത്തിൽ നിന്ന് പിൻവലിക്കാൻ ആവുന്നതെല്ലാം ചെയ്യൂ എന്നാണ് അഭിനവ് ബിന്ദ്രയോടും അഭ്യർത്ഥിക്കുന്നത്. നമ്മളും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പല തിരിച്ചടികൾ നേരിട്ട ഒരു താരമാണ് വിനേഷ് ഫോഗട്ട്. ഒരുപക്ഷെ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛനെ നഷ്ടമാകുന്നു, അമ്മയ്ക്ക് അർബുദം. അവിടെ നിന്ന് ഒരുപക്ഷെ പെൺകുട്ടികളെ പഠിക്കാൻ പോലും വിടാത്ത ഒരു നാട്ടിൽ നിന്ന് ഗുസ്തിയിൽ കഴിവ് തെളിയിച്ച് വിശ്വവേദികളിൽ പോയി തിളങ്ങി ഒളിമ്പിക്സിന് വരുന്ന ഒരു താരത്തിന് ഇനിയൊരു മടങ്ങിവരവ് കൂടി എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാനാവില്ല. ഒപ്പം തന്നെ സൽപി സാറ് നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 2016 ഒരുപക്ഷെ അവരുടെ തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് പോലും ആർക്കും തന്നെ ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ 2019 കായിക ഓസ്കാർ എന്നറിയപ്പെടുന്ന ലോറസിൽ കംബാക്ക് ഓഫ് ദി ഇയർ ആ ഒരു പുരസ്കാര പട്ടികയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യ ഇന്ത്യൻ താരം ആരമാണ് വിനേഷ് ഫോഗട്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കപ്പോൾ ഒരിക്കൽ കൂടി ഒളിമ്പിക് വേദിയിലേക്ക് വിനേഷ് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ ഈ ഒരു പെട്ടെന്നുണ്ടായ മാനസിക വിഷമത്തിലുണ്ടായ തീരുമാനം അത് മാറ്റുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് അനുജ. അതെ, ആ തരത്തിലേക്ക് ഒരു പ്രതീക്ഷ നമ്മളോട് പങ്കുവച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയുണ്ട്. അത് അവരുടെ ആദ്യ പരിശീലകൻ, അമ്മാവൻ കൂടിയായ മഹാവീർ സിംഗ് ഫോഗട്ടാണ്. അദ്ദേഹത്തിന്